സംസ്ഥാനത്ത് പുതിയ പോലീസ് മേധാവിയായിരിക്കുന്നു റവാഡ ചന്ദ്രശേഖർ. പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമായത്. നിലവിൽ കേന്ദ്ര ക്യാബിനറ്റ് സെക്യൂരിറ്റി ഓഫീസറാണ് റവാഡ ആണ് അടുത്ത DGP. വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ഷീജ, മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനങ്ങൾ. തീർച്ചയായും അജിംഷാദ്, ഇന്നിപ്പോൾ നിലവിലെ DGP ഷെയ്ഖ് ദർവേ സാഹിബ് വിരമിക്കുന്ന ദിവസമാണ്. അതേ ദിവസം തന്നെ പുതിയ സംസ്ഥാനത്തെ പുതിയ DGP തീരുമാനിക്കുന്നു. സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയെ തീരുമാനിക്കുന്നു. റവാഡ ചന്ദ്രശേഖറാണ് പുതിയ പോലീസ് മേധാവിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ അല്പസമയം മുമ്പ് അവസാനിച്ച മന്ത്രിസഭാ യോഗമാണ് റവാഡ ചന്ദ്രശേഖറിനെ സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയായി തീരുമാനിച്ചിരിക്കുന്നത്. റവാഡ ചന്ദ്രശേഖർ എന്ന് പറയുന്നത് 1991 ബാച്ചിലെ കേരള കേഡർ ഉദ്യോഗസ്ഥനാണ്. ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ്. നിലവിൽ അദ്ദേഹം കേന്ദ്ര ക്യാബിനറ്റ് സെക്യൂരിറ്റി ഓഫീസർ ആണ്. അതോടൊപ്പം തന്നെ മുംബൈയിൽ IBയുടെ അഡീഷണൽ ഡയറക്ടർ കൂടിയാണ്. അതായത് 2023 അദ്ദേഹം DGP ആയി അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ അദ്ദേഹത്തിനുള്ള സർവീസ് കാലാവധി എന്ന് പറയുന്നത് 2026 ജൂലൈ വരെയാണ് അദ്ദേഹത്തിന് സർവീസ് ഉള്ളത്. ഏതായാലും റവാഡ ചന്ദ്രശേഖറിനെ സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയായി തീരുമാനിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള കേന്ദ്രത്തിൽ നിന്നുള്ള ചുരുക്കപ്പട്ടിക സംസ്ഥാനത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സംസ്ഥാനം 6 പേരുടെ പട്ടികയാണ് കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നാണ് 3 പേരുടെ ചുരുക്കപ്പട്ടിക ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തേക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്നാണ് ഇന്നിപ്പോൾ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നുകൊണ്ട് അതിൽ നിന്നും 3 പേരിൽ ആദ്യ സ്ഥാനക്കാരൻ റവാഡ ചന്ദ്രശേഖർ തന്നെയായിരുന്നു. റവാഡ ചന്ദ്രശേഖറിന് പുറമെ നിതിൻ അഗർവാളും യോഗേഷ് ഗുപ്തയുമായിരുന്നു ആ ചുരുക്കപ്പട്ടികയിൽ ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ റവാഡ ചന്ദ്രശേഖറിനെ സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയായി തീരുമാനിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം. അല്പസമയം മുമ്പ് അവസാനിച്ച മന്ത്രിസഭാ യോഗം കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. തീർച്ചയായും ഈ റവാഡ ചന്ദ്രശേഖർ കേന്ദ്ര സർവീസിൽ നിന്നും നേരിട്ട് DGP പദത്തിലേക്ക് എത്തുകയാണ്. ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു കീഴ്വഴക്കം ഉണ്ടായിട്ടുണ്ടോ? മീൻസ് അങ്ങനെ ഒരു രീതി ഉണ്ടായിട്ടുണ്ടോ? കേന്ദ്ര സർവീസിൽ നിന്ന് നേരിട്ട് എത്തുന്നു റവാഡ ചന്ദ്രശേഖറിനെ പോലെ. ഷീജ. അജിംഷാദ്, ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയിട്ട് സംസ്ഥാനത്തെ പോലീസ് മേധാവിയായി വരുന്നത് ഇതാദ്യമല്ല. നിലവിൽ ഏതായാലും റവാഡ ചന്ദ്രശേഖർ പക്ഷേ ഇല്ല, കേരളത്തിന് പുറത്ത്. അതായത് അദ്ദേഹം ഹൈദരാബാദാണ് ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി അദ്ദേഹത്തിന് അവിടെ നിന്നും റിലീവ് ചെയ്യേണ്ടതുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾക്ക് ശേഷമായിരിക്കും അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നതും പോലീസ് മേധാവിയായി ചുമതലയേൽക്കുന്നതും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നിലവിൽ അദ്ദേഹം ഹൈദരാബാദിലാണ് ഉള്ളത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ്. 1991 ബാച്ചിലെ കേരള കേഡർ ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ എന്ന് പറയുന്നത്. ഏതായാലും നിലവിൽ കേന്ദ്ര ക്യാബിനറ്റ് സെക്യൂരിറ്റി ഓഫീസർ പദവിയും അതോടൊപ്പം തന്നെ മുംബൈ IBയുടെ അഡീഷണൽ ഡയറക്ടർ ചുമതലയും അദ്ദേഹം വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും 2023 DGP ആയി അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഇനിയുള്ള ശേഷിക്കുന്ന സർവീസ് കാലാവധി എന്ന് പറയുന്നത് 2026 ജൂലൈ വരെയാണ് അദ്ദേഹത്തിന് സർവീസ് കാലാവധി ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ നിലവിലെ DGP ആയിട്ടുള്ള ഷെയ്ഖ് ദർവേ സാഹിബ് അദ്ദേഹം ചുമതല ഒഴിയുന്നതായിരിക്കും. ഇന്ന് രാവിലെ അദ്ദേഹത്തിന് വിടവാങ്ങൽ പരേഡടക്കം നൽകിയിരുന്നു. ഇനി ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിന് യാത്രയയപ്പ് അടക്കം സംസ്ഥാന പോലീസ് ആസ്ഥാനത്ത് നൽകുന്നുണ്ട്. ഏതായാലും അദ്ദേഹം ഇന്ന് ചുമതല ഒഴിയുന്നതായിരിക്കും. റവാഡ ചന്ദ്രശേഖർ എത്തുന്ന മുഴക്കി തന്നെ അദ്ദേഹം സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയായി ചുമതലയേൽക്കുന്നതായിരിക്കും. അജിംഷാദ്.